ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള, രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെ സദ്യ കഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആരും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇന്നലെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറക്കമൊക്കെയാണ്. അങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ മധുരമില്ലാത്ത ഒരു കാപ്പിയും അച്ചപ്പവും കഴിക്കുകയാണ് കേട്ടോ. സാധാരണ നമുക്കിത് പതിവില്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അതൊക്കെ അങ്ങ് തെറ്റുമല്ലോ. അപ്പോൾ കുറേയൊന്നുമില്ല, എന്നാലും ഒരു അച്ചപ്പം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അങ്ങനെ കാപ്പിയെ കുറിച്ച് താഴെ വന്നപ്പോഴത്തേക്കും എല്ലാവരും എണീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ആകുന്നുണ്ട്. അപ്പോൾ ഇത് ലഞ്ചിലേക്കുള്ളതാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി നമ്മളിന്ന് ബിരിയാണിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് കിച്ചണിൽ. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒന്നും നമുക്ക് എപ്പോഴും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ വീട്ടിൽ ഓരോരോ കോലത്തിലേക്കല്ലേ ആയിരിക്കൂലേ ഉണ്ടാവുക. അപ്പോൾ ഇത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വരുന്ന കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ വേണ്ടത് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നല്ല സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഞാൻ ഇവിടുത്തെ സംസാരം ഇതിൽ ഉൾപ്പെടുത്താതിട്ട്. നല്ല സൗണ്ടാണ് കേട്ടോ. എല്ലാവരും കൂടിയേ പിന്നെ പറയണ്ടല്ലോ, വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. സ്വന്തം ഗിഫ്റ്റ് ബിസ്ക്കറ്റ് കൂട്ടി ചായ കുടിക്കുന്ന മുന്ന. മുന്ന അപ്പം ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടലക്കറി അവിടെ റെഡി ആകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന ദിവസമാണ് അല്ലേ. കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായിരിക്കും ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ. കുറച്ച് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കുട്ടികൾ നോർമൽ ലൈഫിലേക്ക് പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് സെറ്റാവുകയും ചെയ്യൂലേ. അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കും നമുക്കും പാരൻസിനും അതൊന്ന് റെഡിയായി വരാനൊക്കെ ആയിട്ടുണ്ടാവും. ഒരാഴ്ചയായിട്ട് കുറച്ച് ഓർഡറൊക്കെ തെറ്റിയിട്ടുള്ള ദിവസങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരണ്ടേ ഇനി എല്ലാവർക്കും. അപ്പോൾ ഇതാ ഇത് മൂത്താങ്ങളുടെ മോളാണ് കേട്ടോ. കുഞ്ഞാറ്റക്ക് ഇന്ന് നബിദിന പരിപാടിയാണ്. പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ മദ്രസ ഇവിടുന്ന് കുറച്ചങ്ങ് പോകാനുണ്ട്, ഒരുപാടില്ല എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി വരും. അപ്പോഴത്തേക്കുള്ള ധൃതിപ്പെട്ടിട്ടുള്ള ഒരുക്കവും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നലെ സമ്മാനം വാങ്ങലും അങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഉറങ്ങാനൊക്കെ ആയിട്ട് നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീക്കാനും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല, ആർക്കും മദ്രസ ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് രാവിലെ തന്നെ മദ്രസ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും പറഞ്ഞാണ് രാത്രി കിടക്കാനും പോയിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾ പരിപാടിയാണ് കേട്ടോ ഇന്ന്. ആൺകുട്ടികൾക്ക് മുന്നേക്കൊക്കെ വേറെ ദിവസമാണ്.
ശരിക്കും ഇങ്ങനെ ഒരുങ്ങി പോകുന്നത് കാണുമ്പോൾ അല്ലേ നമുക്ക് നമ്മളെ കുട്ടിക്കാലാട്ടോ ഓർമ്മ വരിക. നബിദിനം എന്ന് പറഞ്ഞാൽ ആ ദിവസം ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ബാഗും പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു ഹാൻഡ് ബാഗൊക്കെ കയ്യിലുണ്ടാവും, പൈസ ഒക്കെ ഇടാനും കിട്ടുന്ന ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ നബിദിന റാലിയിൽ പോവും, അവിടെ നിന്ന് ഉസ്താദ്മാർ തിരിച്ചു പറഞ്ഞേക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. ഉപ്പ അതാ രാവിലെ തന്നെ നമ്മളെ ഇഞ്ചിയിൽ മുളകുണ്ട് കേട്ടോ, അത് മൂത്തിട്ടുണ്ട്. അപ്പോൾ പറിക്കാനായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വരാമെന്ന് പറയുമായിരുന്നു കേട്ടോ ഇവിടെ നിന്നിട്ട്. മുഹമ്മദ് എണീറ്റ് ഇന്നലെ കളിച്ചതിൻ്റെ ബാക്കി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പറിക്കാനായോ മുളക്? കൊറേ പറിക്കാണ്ട് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. നോക്കി പറിക്കുകയും വേണം അല്ലേ? ഇതിലൊക്കെ നല്ലോണുണ്ട്, ഇതിലൊക്കെ നല്ലോണുണ്ട്. തൂലേ നോക്കി ഇത് ഈ പണി നല്ലത് താത്താക്ക. ഇതൊക്കെ മൂത്തതല്ലേ അല്ലേ? കടയിൽ കൊടുക്കാനാ? ഇവിടെ വെങ്ങപ്പള്ളി തന്നെ. വാഗാന് പച്ചക്കറി ഉണ്ടാവും. ഇങ്ങ കിട്ടും. അപ്പൊ കുഴപ്പമില്ല. എന്ത് പച്ചമുളക് തനു, അത് ഇഞ്ചി. ഇപ്രാവശ്യം മുളകുണ്ട്, പക്ഷെ ഇഞ്ചി കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. പോവാന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇപ്രാവശ്യത്തെ ഒരു അസുഖമാണ് ഇഞ്ചിക്ക്, മഞ്ഞ കളർ വരിക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇഞ്ചി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് അതങ്ങ് വളരൂല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ ഇത് കണ്ടോ, മഞ്ഞ കളറിൽ നിൽക്കുന്നത് കണ്ടോ. ഇപ്പം ഇങ്ങനെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, എന്നാലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലയെന്ന് ഇപ്പോൾ പറയുമായിരുന്നു കേട്ടോ. മുളക് മാഷാ അല്ലാ, പച്ചമുളക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം മുളക് പറിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു പോവാണ് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പറിക്കാനുണ്ട്. അപ്പം അത് ഉപ്പാക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഉപ്പാൻ്റെ അനിയൻ്റെ കടയുണ്ട്, 6 മൈൽ എന്ന് പറയും. അപ്പോൾ അവിടെ കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ പറിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ഇങ്ങനെ പറിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പറിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഇടയിലില്ല, നമുക്ക് നിൽക്കുമ്പോൾ കാലിങ്ങനെ നേരെ വെച്ച് നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് ഈ ഒരു ഇഞ്ചീൻ്റെ കള്ളീൻ്റെ ഇടയിലില്ല. അതുകൊണ്ടില്ലേ കാലൊരു ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കറക്റ്റ് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതുണ്ട്. എന്നാലും എല്ലാവർക്കും പറിക്കാൻ ഇഷ്ടമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ട്, എൻ്റെ ബേക്കിൽ കുട്ടികളൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ ഇത്. ഉപ്പാൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലർ പറയൂലേ, എന്തെങ്കിലും വിളകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ
കണ്ടാൽ കണ്ണ് കെട്ടും, അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെയൊന്നും ഉപ്പാക്കില്ല കേട്ടോ. ഉപ്പാക്ക് അതെല്ലാവരും കാണണം, എല്ലാവരെയും അറിയിക്കണം, എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം, ഇതാണ് പോളിസി. അത് വിചാരിച്ചിട്ട് പിറ്റത്തെ കൊല്ലം ഉണ്ടാകാണ്ടിരുന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കുറയൂലേ. അപ്പോൾ നമ്മൾ പച്ചമുളക് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, ചായ കുടിക്കാൻ വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഉമ്മയപ്പയും പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആയത് എടുത്തിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കയറി വന്ന് പുട്ടും കടലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അപ്പോൾ വീട്ടിൽ അങ്ങനെയാണ്, റഫീക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ വാവ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിൽക്കുമോ എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കും കേട്ടോ, റഫീക്കയും വാവയും കൂടെ നിൽക്കലുണ്ട്. ഞാൻ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. എന്താ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റഫീഖ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റഫീഖയും ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇവിടുന്ന്. എടുക്കാതെ പോ നോക്കട്ടെ. ഇതിപ്പോൾ ഉപ്പ റഫീഖ വന്ന സമയത്ത് ഉപ്പ താഴെ ഇരുന്നിട്ട് ഇഞ്ചിയിലായിരുന്നു, അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. റഫീഖ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും തിരിച്ചു പോകും കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ കൂടെ ഒരു പായസവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകുകയാണ്. ശരിക്കും പായസം ഉണ്ടാക്കിയത് ഗോതമ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനൊന്നും കുടിക്കൂല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗോതമ്പ് മുഴുവനെയുള്ള പായസം ഇഷ്ടേ ഇല്ല കേട്ടോ. അപ്പോൾ വലിയ താല്പര്യമേ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ പായസം കുടിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പറയുന്നതാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതുവരെ കുടിച്ച പായസത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള പായസം എന്ന് പറയാം, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അള്ളാ ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത് സെയിം അതുപോലത്തെ പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഗോതമ്പ് പായസത്തിന് വലിയ പണിയൊന്നുമില്ല, പക്ഷേ
ഭയങ്കര ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടൊക്കെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫുൾ ഗോതമ്പ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് നോക്കാൻ തോന്നിയിട്ടേ ഇല്ല. കാര്യം ഫുൾ ഗോതമ്പ് വെച്ചിട്ട് എനിക്ക് പായസം അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പുളിയായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷേ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇവിടെ വീഡിയോ എടുക്കാൻ കാരണമല്ലേ, ഇത് ഈ ഒരു ബാക്ക് ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മളിത് ജസ്റ്റ് പാത്രം കഴുകാനും അതുപോലെ തന്നെ തേങ്ങ ചിരകുക അങ്ങനത്തെ മീനെല്ലാം നന്നാക്കുക ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കിയ ഒരു ഏരിയ ആണ് കേട്ടോ അത്. ശരിക്കും എൻ്റെ വീട്ടിലും, അതായത് അമ്പലേരിയും എനിക്ക് ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. നമ്മൾ വർക്ക് ഏരിയ ഇല്ലേ അത് കേട്ടോ, ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ഏരിയ, ആ വർക്ക് ഏരിയ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ പിന്നെ റഫീഖ ഓപ്പൺ ആക്കിയിട്ടുണ്ടേ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഗ്രില്ല് വെച്ചു, പിന്നെ താഴെ കബോർഡ് വെച്ചു. അങ്ങനെ അത് വേറൊരു കിച്ചണായിട്ട് മാറിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കൗണ്ടർ ടോപ്പും സിങ്കും മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, തേങ്ങ ചിരക ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്തിൽ ഇനി വീട് എടുക്കുന്നവർ അങ്ങനെയൊക്കെ സെറ്റാക്കുന്നവരുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കില്ലേ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഭാഗത്തായിട്ട് പുറം ഭാഗത്തായിട്ട് ഒരു കൗണ്ടർ ടോപ്പ് സിങ്കും സിമ്പിളായിട്ട് വെച്ചാൽ മതിയിട്ട്. വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മീനെല്ലാം കട്ട് ചെയ്യാൻ അങ്ങനത്തെ ഐറ്റം എന്താ പറയുക, പാത്രം കഴുകിയിട്ട് വെക്കാൻ, പാത്രം കഴുകാൻ കുറേ ഉള്ളപ്പോൾ, കുറച്ചാളുള്ളപ്പോൾ നമുക്ക് കുറച്ചൊക്കെ സംഭവങ്ങളാണെങ്കിലും കുറേ ആൾ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനും ഭയങ്കര നല്ലതാണ് കേട്ടോ. കിച്ചണൊന്നും വല്ലാണ്ട് മോശമാവില്ല. മാത്രമല്ല മീനൊക്കെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വലിയൊരു ചിലവും നമുക്ക് വരുന്നില്ല. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ ആ ഒരു ഏരിയ കാണാനായിട്ട്, അവിടെ നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗോതമ്പ് പായസം എന്ന്, അപ്പുറത്തതാ ബിരിയാണി റെഡിയാകുന്നുണ്ട് കേട്ടോ, ബീഫ് ബിരിയാണി. ഇവിടെ ഗോതമ്പ് പായസമാണ്. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഏട്ടത്തിയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് കുക്കറിൽ വേവിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ചു. ഇനി അതൊന്ന് വറവിടണമെങ്കിൽ വറവിട, അല്ലെങ്കിൽ ജസ്റ്റ് നെയ്യ് ഒഴിച്ചാലും കൊടുത്താലും മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഗോതമ്പ് പായസം ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് പേരുണ്ടാവും, ഇഷ്ടം ഇല്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെന്തുകൊണ്ട് അത്ര ടേസ്റ്റി ആയില്ല. എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബിരിയാണി ദമ്മിടലും കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി സെറ്റായി. വേറെ ആരും ഇല്ല കേട്ടോ, നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൂടുക, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുതിയ വ്യൂസ് ആയിരിക്കും, ജംഷി എത്ര മക്കളാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പെണ്ണും 2 ആണുമാണ് ഉള്ളത്. മൂത്ത ആങ്ങളെയാണ് ഇവിടെ, ഉപ്പയും ഉമ്മയും മൂത്ത ആങ്ങളെ ഫാമിലിയാണ് ഇവിടെ. കുറച്ച് അപ്പുറത്തായിട്ട് ചെറിയ ആങ്ങളെയും ഫാമിലി അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ എന്നെയും എടുത്തിനെയും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ പായസവും. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നതും ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കാണാം. ഈ ഒരു റൈസ് കട്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൂടുതലൊക്കെ ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ എടുക്കാനും തട്ടി ഇങ്ങനെ നികത്തൂലേ, അങ്ങനെ ചെയ്യാനും വിളമ്പാനൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളവിടെയൊക്കെ ഉണ്ടാവും, നോക്കിയിട്ട് വാങ്ങിക്കും. ഞാൻ എപ്പോഴും വാങ്ങണം എന്ന് വിചാരിക്കും കേട്ടോ, ഞാൻ വിട്ടുപോകും. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടോ. കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടോ. ഇന്നലെ വൈകിയൊക്കെ കിടന്നതുകൊണ്ടൊക്കെ ആ ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇന്നിപ്പോൾ ഇനി എല്ലാവർക്കും പോകണം, അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഒരു ഇഷ്ടമില്ലായ്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ഓരോ ഗ്ലാസ് പായസമൊക്കെ എടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും പോകണം കേട്ടോ. ഇടത്തേക്ക് പോകണം, പൂമോക്ക് പോകണം, ഞാനും
പോകും. ഇന്ന് റഫീഖ വൈകുന്നേരം വരാമെന്ന് കേട്ടോ പറഞ്ഞ്, രാത്രിയിൽ കൂട്ടാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ റഫീഖ പ്രതീക്ഷിക്കാതെ രാവിലെ വന്നു. അവരുടെ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇറങ്ങാൻ കഴിയില്ല, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആവും, പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രാവിലത്തേക്ക് വന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് വന്ന് തിരിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് പോകും. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോകണം, അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും പോകാൻ നേരത്ത് കുറച്ച് ബിരിയാണിയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറട്ടെ, എന്നിട്ട് കാണാം. ഇതാ ഇനി തനും ഹവയും എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇവർ കളിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഇതാക്കി കൊണ്ടുപോകല്ലേ, അതിൻ്റെത് അവർക്കും ഉണ്ടാവും ഇവർക്കും ഉണ്ടാവും കേട്ടോ തിരിച്ചു പോകുന്ന സമയത്ത്. ഹവ എന്താക്കുക, പൂ പറിക്കേ? അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഏട്ടത്തിക്ക് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാളുതാത്താൻ്റെ അടുത്ത് ചുരിദാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിയിട്ട് വേണം അവർക്ക് പിന്നെ തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ അവർ വന്ന് അവർ തിരിച്ചു പോയിട്ടാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് മുകളിൽ ടിഷ്യൂ പേപ്പർ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേട് വരാണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ ബോക്സിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉള്ളിടത്ത് നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും കേട്ടോ. ഒരു പറയാൻ പറ്റാത്തൊരു സങ്കടമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇനിയിപ്പം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഒന്ന് സെറ്റായി ഒന്ന് റെഡി ആയിട്ട് വരും. ശരിക്കും ഇന്നത്തെ ദിവസം അങ്ങ് കഴിയണം കേട്ടോ. നാളെ തൊട്ട് നമ്മൾ റെഡിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ബോക്സിൽ നമ്മൾ പച്ചമുളക് വെക്കുന്ന സമയത്ത് ഞെട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ കേടുവരാണ്ടിരുന്നോളൂ കേട്ടോ. പച്ചമുളകെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് രാത്രിയിൽ റഫീഖ വന്നപ്പം നമ്മളെ ഫ്രണ്ട് സാലിഫ് ഖാൻ്റെ മോൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ദിവസമായി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റഫീഖ് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ വന്നതിന് ശേഷം റഫീഖക്കുള്ള ഫുഡ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചു കേട്ടോ. ചിലപ്പം രാത്രി ബിരിയാണി വേണ്ടാന്ന് പറയട്ടോ. ഉച്ചക്ക് ഹെവി കഴിച്ചതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇപ്പോൾ നമ്മൾ പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഷാലിമാറിൽ നിർത്തിയതാണ് കേട്ടോ. റഫീഖ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഈ നമ്മൾ സുന്നത്ത് കഴിഞ്ഞ് കിടക്കുമ്പോൾ കൊണ്ടുപോകില്ലേ എന്തെങ്കിലുമൊക്കെ ഹോർലിക്സ്, അങ്ങനത്തെ നെയ്യ്, ഹോർലിക്സ്, പഴം, അതൊക്കെ അല്ലേ അങ്ങനത്തെ നോർമൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ റഫീഖ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ.
ഷാലിമാറിലാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുകയാണ് ചെയ്യുക. പിന്നെ ജാംജൂമിലോ നെസ്റ്റോലൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ കയറിപ്പോവും. അങ്ങനെ ഇതിപ്പോൾ റഫീഖ് അവരോട് പറഞ്ഞ് സാധനം എടുത്ത് അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോയി നമ്മൾ ജാംജൂമില്ലേ, ജാംജൂമിൻ്റെ അതിലെ ആണ് കേട്ടോ പോവുക. തുർക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവരെ വീട് വരുന്നത്. എല്ലാം ടൗണിൽ തന്നെയാണ്, കൽപ്പറ്റ തന്നെയാണ് അവരുടെ ടൗണും വരുന്നത്. പക്ഷേ കുറച്ചങ്ങ് പോകാനുണ്ട്. നമ്മൾ ടൗണിൽ വന്ന് പിന്നെ ജാംജൂമിൻ്റെ അതിലേക്ക് കയറിയിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും, അല്ലാത്തവരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതാട്ടോ ജാംജൂം വരുന്നത്. അതിൻ്റെ സൈഡിലൂടെയുള്ള ആ ഒരു വഴി എനിക്ക് പോവുകയാണ് ചെയ്യുക. ഞാൻ അവരെ റൂട്ട് പറഞ്ഞതല്ല, ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. ജാംജൂം പണ്ട് ഞാൻ എപ്പോഴും വരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നു ഇപ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയാണ് കേട്ടോ വന്നത്. പക്ഷെ എന്നാൽ ആ ഒരു ഏരിയ മാത്രം അങ്ങ് ആവശ്യമുള്ളത് എടുത്തിട്ട് പോയി. മേലെ എനിക്ക് ആ പാത്രങ്ങളൊക്കെ വെക്കുന്ന അവിടെയും ക്രോക്കറി ഐറ്റംസൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്കൊന്നും പോവായിട്ട് അവിടെ പോയൊരു ഫീൽ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെയാണോ നമ്മൾ കാണാൻ വന്നത് ആ ആളിതാ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തെന്നാത് അന്നെ ഞങ്ങൾ കാണാൻ വന്നതാ. ഈ എന്താ അങ്ങോട്ട് വന്നൂടെന്നോ? അപ്പം അങ്ങനെ കുറേ സമയം നമ്മൾ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ടൗണിലൊക്കെ വരുമ്പോൾ റഫീഖാൻ്റെ കൂടെ ഇങ്ങനെ വരലുണ്ട്. അങ്ങനെ കുറച്ച് ഇവിടെ സാലിഫ് ഖാൻ്റെ വൈഫുണ്ട്, കുട്ടികളുണ്ട്, 2 കുട്ടികൾ കേട്ടോ, പിന്നെ ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതാ നല്ല കൂന്തൽ ഫ്രൈയും പിന്നെ പൊറോട്ടയൊക്കെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ നമ്മൾ സമ്മതിച്ചില്ല. അങ്ങനെ ഉള്ളതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഫുഡ് കഴിക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിച്ചു. ഞാൻ വൈകുന്നേരം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീഖും ഇവരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. ഞാനും ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇതാ ഇപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല കിടിലൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് വീഡിയോസ് കാണാൻ എന്തായാലും മറന്നു പോകരുത്. നമ്മൾ പല രീതിയിലുള്ള റെസിപ്പീസും അതുപോലെ തന്നെ വ്ളോഗ്, ക്ലീനിങ് വീഡിയോസ് എല്ലാം അങ്ങനെ എല്ലാ വ്ളോഗുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ എടുത്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.